വ്യൂവേഴ്സ്, ഇപ്പൊ എന്റെ കയ്യിലുള്ളതാണ് ലിനൻ കൊറ സാരി. ഇത് റോ ആയിട്ടുള്ള ഒരു സാരിയാണ്. അപ്പൊ ഈ സെയിം സാരി തന്നെയാണ് നമ്മൾ ബാട്ടിക്കായിട്ടും ബഗ്രായിട്ടും ബാന്തിനും ഒക്കെ ആയിട്ടും മാറ്റണത്. അപ്പൊ ഇത് ആദ്യം തൊട്ട് അവസാനം വരെയുള്ള എല്ലാ പ്രോസസ്സും ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് നമ്മുടെ സിൽവർ ത്രെഡ്. അപ്പൊ ഇതാണ് സാരിയിൽ സിൽവർ സെറി ആയിട്ട് മാറുന്നത്. ഇത് ബോഡിയിലും. നമ്മുടെ സാരിയുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ത്രെഡ് അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് അടുത്തത് ബീം ഉണ്ടാക്കലാണ്. അപ്പൊ ബീം ഇനി എന്താന്നുള്ളത് ഞാനിപ്പോ കാണിച്ചു തരാം. ഈ ചെറിയ റോളറിന് ത്രെഡ് കൊടുന്ന് ഇത് കൂടെ കൊടുന്നിട്ട് ഇവിടെ കണക്ട് ചെയ്യും. അതിനുശേഷം വലിയ റോളറിൽ ബൈൻഡ് ചെയ്തെടുക്കുന്നതാണ് അടുത്ത പ്രോസസ്സ്. ഈ ഒരു വലിയൊരു ബീമിന്ന് ആന്റി ക്ലോക്ക് വൈസ് വേറൊരു ബീമിലോട്ട് മാറ്റിയെടുക്കും നൂലുകളൊക്കെ. ഇതാണ് കേട്ടോ ആ ഒരു ബീം. അപ്പൊ ഇതില് ഒരു ബീം യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു 150ഓളം സാരികൾ പവർ ലൂമിൽ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഓൾറെഡി മേക്ക് ചെയ്തിട്ടുള്ള വലിയ വലിയ ബീമുകൾ പവർ ലൂമിലോട്ട് കണക്ട് ചെയ്യാണ് അടുത്തത്. അതിനുശേഷം സാരിയുടെ ഓരോ ത്രെഡും ഈ ചെറിയ ചെറിയ കമ്പിയുടെ ഇടയിൽ കൂടെ കടത്തി വിട്ടിട്ട് അറേഞ്ച് ചെയ്തെടുക്കും. ഈ ത്രെഡിന്റെ മുകളിൽ കൂടെ ഇതുപോലെ വാക്സ് അപ്ലൈ ചെയ്യും. അപ്പൊ അതെന്തിനാ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രെഡ് പൊട്ടി പോകാണ്ടിരിക്കാനും കുറച്ചും കൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. മീറ്റർ ആവുമ്പോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പിങ്ക് കളർ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വീവ് ചെയ്തിട്ട് വരുന്ന സാരി. ഇതിലിപ്പോ ഒരു 100 സാരി മേക്ക് ആണെങ്കിൽ ഒരു 10-15 സാരി ഡാമേജ് ആവട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കി ഡൈയിങ് പ്രോസസ്സിലോട്ട് പോണത്. നമ്മുടെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു സാരിയാണിത്. അപ്പൊ ഇതിന്റെ ബോർഡറിൽ സിൽവർ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ പല്ലൂലും ചെറിയ ലൈൻസ് പോലെ ആയിട്ട് സിൽവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലാണ് ഇനി ബാക്കിയുള്ളതൊക്കെ ചെയ്യണത്. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.